ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതുവരെ നമ്മൾ കുറച്ച് ടെക്സ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് ആഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഇമേജസ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ. എങ്ങനെ ഇമേജസ് ആഡ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നൊരു ടാഗാണ് ഇമേജ് ടാഗ് എന്ന് പറയുന്നത്. ഇമേജ് ടാഗ് എങ്ങനെ എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ IMG എന്ന് പറയുന്ന ടാഗാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി IMG എന്ന ടാഗ് നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ക്ലോസ് ചെയ്യാനുള്ള ചെയ്യുക. അതിൻ്റെ ഉള്ള ആ ഇമേജിൻ്റെ സോഴ്സ് കൂടി കൊടുക്കും. അതായത് ഇമേജ് എവിടെ നിന്നാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ഏത് സ്ഥലത്തു നിന്നാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കൊടുക്കും. നമ്മൾ വെറുതെ ഒരു ഇമേജ് ടാഗ് ടൈപ്പ് ചെയ്യാനുള്ള ചെയ്യുക. നമ്മൾ ആ ഇമേജിൻ്റെ ഡെസ്റ്റിനേഷൻ എവിടെയാണ്, അതായത് ആ ഇമേജ് എവിടെയാണ് ഉള്ളതെന്ന് ആ ഇമേജിൻ്റെ ഒരു പാത്ത് കൂടി കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആട്രിബ്യൂട്ടായിട്ട് സോഴ്സ് ഈക്വൽ ടു ആ ഇമേജ് എവിടെയാണോ അതിൻ്റെ പാത്ത് കൊടുക്കും. അപ്പോൾ സോഴ്സ് എന്ന ആട്രിബ്യൂട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഇമേജിൻ്റെ പാത്ത് കൊടുക്കും. അതായത് ആ ഇമേജ് എവിടെയാണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യും. നമ്മുടെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ adware.html എന്ന് പറയുന്നതാണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് ഈ adware.html ഉള്ളിലാണ് ഉള്ളത്. അപ്പോൾ അത് ഡെസ്ക്ടോപ്പിലാണ് കിടക്കുന്നത്. ആ ഒരു ഫയൽ ഡെസ്ക്ടോപ്പിലാണ് കിടക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ആഡ് ചെയ്യേണ്ട ഇമേജ് html.png എന്ന് പറയുന്ന ഇമേജാണ്. അതും കിടക്കുന്നത് ഡെസ്ക്ടോപ്പിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഫയൽ നെയിം മാത്രം കൊടുത്താൽ മതി. അത് html.png എന്നുള്ള ഫയൽ നെയിം മാത്രം നമ്മൾ ഇമേജ് സോഴ്സിൻ്റെ വാല്യൂ ആയിട്ട് കൊടുത്താൽ മതി. അതായത് എവിടെ നിന്നാണ് എടുക്കുന്നത് എന്നുള്ളത്. അതായത് ആ ഫയൽ നെയിം നമ്മൾ കറക്റ്റായിട്ട് ഇവിടെ സ്പെസിഫൈ ചെയ്തു. ഞാൻ സേവ് ചെയ്തിട്ടൊന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ ഒരു ഇമേജ് ഇവിടെ ഡിസ്പ്ലേ ആയി, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേ ആയി. അപ്പോൾ സോഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഇമേജ് എവിടെയാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ html.png എന്ന് പറയുന്നതും നമ്മുടെ പ്രോഗ്രാമും ഒരേ ഫോൾഡറിൽ തന്നെയായിരുന്നു. ഇനി നമുക്കതൊരു വേറെ ഫോൾഡറിൻ്റെ ഉള്ളിലാക്കിയാലോ. ഇപ്പോൾ ഞാനൊരു ന്യൂ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഫോൾഡറിന് IMG എന്ന് പേര് കൊടുക്കുന്നു. അപ്പോൾ IMG എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിലാണ് ഈ html.png എന്ന് പറയുന്ന ഫയൽ ഉള്ളതെന്ന് വയ്ക്കുക. IMG എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിൽ നമ്മുടെ html.png ഉണ്ട്. ഇനി നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്രോക്കൺ ആയിട്ട് കാണാം. അതായത് അവിടെ ഒരു ഇമേജ് ഇല്ല, ഇമേജ് കാണാനില്ല എന്നുള്ള രീതിയിൽ ഒരു ബ്രോക്കൺ ആയിട്ട് ഈ വിൻഡോയിൽ നിങ്ങൾക്ക് കാണാം. അവിടെ ഒരു ഇമേജ് ഇല്ല. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ ആ ഡെസ്ക്ടോപ്പിൽ കിടന്ന ഇമേജ് എടുത്തിട്ട് IMG എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് മാറ്റിയിരുന്നു. അപ്പോൾ നമ്മൾ ആ ഫയലിനെ മാത്രം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിം ഫോൾഡറിൽ മാത്രമാണ് സെർച്ച് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ഇമേജ് അവിടെ ഡിസ്പ്ലേ ചെയ്യില്ല. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിൻ്റെ ഉള്ളിൽ ആണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ അതിൻ്റെ ഉള്ള IMG എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ IMG എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിലാണ് എന്ന് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് IMG/html.png നമ്മൾ കൊടുക്കണം. കാരണം എന്തുകൊണ്ടാണ്, IMG എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിൽ html.png എന്നുള്ള ഫയൽ എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യാണ്. ഇത് പാത്ത് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് നമ്മൾ ഓൾറെഡി സാധാരണ ഒരു കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പഠിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാൻ അതിനകത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ അതിന് വേണ്ടി ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ സേവ് ചെയ്യുന്നു. ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സിസ്റ്റം എന്താ ചെയ്യുക, ഒരു ഇമേജ് എടുക്കുന്നു. എവിടെ നിന്നാണ്, IMG എന്ന് പറയുന്ന ഫോൾഡറിൻ്റെ ഉള്ളിൽ പോകുന്നു. അതിനുശേഷം ആ ഫോൾഡറിൻ്റെ ഉള്ളിൽ പോയിട്ട് html.png എന്ന് പറയുന്ന ഇമേജ് എടുക്കുന്നു. ആ ഇമേജ് ഈ ഇമേജിൻ്റെ ടാഗ് എടുക്കുന്നിടത്ത് പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ HTML5 എന്നുള്ള ഇമേജ് നമ്മുടെ അവിടെ ആ ഇമേജ് ടാഗിന് പകരം വന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഒരു ഇമേജ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുക. ഇനി ഈ ഇമേജ് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് കുറച്ച് എക്സ്ട്രാ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ഇമേജിന് എത്ര വിഡ്ത്ത് വേണം, എത്ര ഹൈറ്റ് വേണം എന്നുള്ളതൊക്കെ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ നമുക്കിനി ഒന്ന് വിഡ്ത്ത് സ്പെസിഫൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഞാൻ ഇമേജിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടാണ്. വിഡ്ത്ത് ഈക്വൽ ടു 50 എന്ന് കൊടുക്കുകയാണ്. അതായത് 50 പിക്സലാണ്. 50 എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്ത് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ ഇമേജിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 50 ആയിട്ട് മാറി. ഇനി ഞാൻ അതിൻ്റെ വിഡ്ത്ത് പോലെ തന്നെ ഹൈറ്റും ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഹൈറ്റ് ഈക്വൽ ടു 100 പിക്സൽ എന്ന് കൊടുക്കുകയാണ്. 100 പിക്സൽ എന്ന് കൊടുക്കുന്നു. ഇനി ഞാൻ സേവ് ചെയ്യുന്നു. ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഹൈറ്റ് 100 പിക്സലും വിഡ്ത്ത് എന്ന് പറയുന്നത് 50 പിക്സലായിട്ട് മാറിക്കഴിഞ്ഞു. ഇനി നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള എത്ര പിക്സലാണ് നമുക്ക് വേണ്ടത് അതിവിടെ സ്പെസിഫൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ളൊരു കേസ് പരിചയപ്പെടാം. അതായത് ഇപ്പോൾ ഈ ഇമേജ് തന്നെ ഞാൻ 2-3 പ്രാവശ്യം ഒന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഈ ഇമേജ് ടാഗ് തന്നെ ഒന്ന് കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തതിന് ശേഷം 2-3 പ്രാവശ്യം ഇവിടെ തന്നെ പേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ 4 പ്രാവശ്യം പേസ്റ്റ് ചെയ്യുന്നു. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ബ്രൗസർ റിഫ്രഷ് ചെയ്യാണ്. ഇപ്പോൾ 4 പ്രാവശ്യം നമ്മുടെ ഇമേജ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇമേജ് 4 പ്രാവശ്യം ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് ഉപയോഗിക്കുന്ന ഒരു ആട്രിബ്യൂട്ടാണ് ഹൊറിസോണ്ടൽ സ്പേസ് എന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ സ്പേസിങ്. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് ഇമേജ് കഴിഞ്ഞിട്ട് കുറച്ച് ഹൊറിസോണ്ടൽ സ്പേസിങ് കൂടുതൽ വേണം. അതായത് ഹൊറിസോണ്ടൽ സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലൈൻ പോലെ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ഓരോ ഇമേജുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഹൊറിസോണ്ടൽ സ്പേസിംഗ് എന്ന് പറയുന്നത്.
ഇനി വെർട്ടിക്കൽ സ്പേസിംഗ് ആണെങ്കിൽ 2-3 ലൈനുകളായിട്ട് പ്രിൻറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഓരോ ലൈനും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ഓരോ ലൈനുകളും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് വേണം എന്നുള്ളതാണ് ഒരു വെർട്ടിക്കൽ സ്പേസിങ്ങിൽ വരുന്നത്. അപ്പോൾ എച്ച് സ്പേസും വി സ്പേസും അങ്ങനെ 2 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ എച്ച് സ്പേസ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് എച്ച് സ്പേസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ടൈപ്പ് ചെയ്യുന്നു, ഈക്വൽ ടു ഒരു 10 പിക്സൽ, 10 വേണ്ട, ഒരു 50 പിക്സൽ ഞാൻ കൊടുക്കുകയാണ്. സേവ് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഫസ്റ്റിലത്തെ ഇമേജിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരു 50 പിക്സൽ വെച്ച് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതായത് 50 പിക്സൽ വെച്ച് സ്പേസ് വെറുതെ വന്നിട്ടുണ്ട് ഫസ്റ്റിലത്തെ ഇമേജിൻ്റെ. അപ്പോൾ എച്ച് സ്പേസ് എന്തിനാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി അതുപോലെ തന്നെ എച്ച് സ്പേസ് ഞാൻ ജസ്റ്റ് അടുത്ത ഒരു ഇമേജിന്, അതായത് സെക്കൻഡ് ഇമേജിന് ഞാൻ എച്ച് സ്പേസ് എന്ന് പറയുന്നത് 20 ആയിട്ട് കൊടുക്കുന്നു. ഒന്ന് സേവ് ചെയ്ത് കഴിഞ്ഞ് റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം സെക്കൻഡ് ഇമേജിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരു 20 പിക്സൽ വെച്ച് സ്പേസ് വന്നിട്ടുണ്ട്, ബ്ലാങ്ക് സ്പേസ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെർട്ടിക്കൽ സ്പേസിങ് എന്താണെന്ന് നോക്കാം, അതായത് വി സ്പേസ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം എച്ച് സ്പേസ് ആട്രിബ്യൂട്ട്സ് ഒക്കെ എടുത്ത് കളയാണ്. ജസ്റ്റ് സേവ് ചെയ്യുന്നു. ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പഴയതുപോലെ നോർമലായിട്ട് വന്നു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും ഓരോ ലൈനിലാക്കുക. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താ, ബ്രേക്ക് എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യാം. അപ്പോൾ ഓരോ ഇമേജ് ടാഗ് കഴിയുമ്പോഴും ഞാൻ ബ്രേക്ക് ടാഗ് ആഡ് ചെയ്യാണ്. ബ്രേക്ക് ടാഗ് ആഡ് ചെയ്തു. ഞാൻ സേവ് ചെയ്യുന്നു. ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഇമേജും ഓരോ ലൈനിലായിട്ട് വന്നു. അപ്പോൾ ഹൊറിസോണ്ടൽ സ്പേസിങ് ചെയ്യുന്നത് ഹൊറിസോണ്ടലായിട്ട് സ്പേസ് ഇടും. ഇനി വെർട്ടിക്കൽ സ്പേസിംഗ് ആണെങ്കിലോ വെർട്ടിക്കലായിട്ടുള്ള സ്പേസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇനി ഒരു കാര്യം ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമേജ് കഴിയുമ്പോൾ അടിയിൽ മാത്രമല്ല സ്പേസ് ഇടുക. ഇമേജിന് വെർട്ടിക്കൽ സ്പേസിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇമേജിൻ്റെ മുകളിലും സ്പേസ് ഇടും, ആ ഇമേജിൻ്റെ താഴെയും സ്പേസ് ഇടും. അപ്പോൾ നമുക്ക് വി സ്പേസ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇമേജിൽ ഒരു വി സ്പേസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. വി സ്പേസ് ഈക്വൽ ടു നമ്മളൊരു 50 പിക്സൽ തന്നെ കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് ഇമേജിൻ്റെ മുകളിലും താഴെയും ഒരു 50 പിക്സൽ വെച്ച് ഒരു വൈറ്റ് സ്പേസ് വന്നിട്ടുണ്ട്, അതായത് ഫ്രീ ആയിട്ടുള്ള സ്പേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് സ്പേസിങ് അഡ്ജസ്റ്റ് ചെയ്യാം, ഓരോ ഇമേജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എച്ച് സ്പേസും വി സ്പേസും യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ടാഗുകളൊക്കെ എടുത്ത് കളയാം. ജസ്റ്റ് ഒരൊറ്റ ഇമേജ് ടാഗ് മാത്രം യൂസ് ചെയ്യാം. അതിൽ ആ വി സ്പേസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടും എടുത്ത് മാറ്റാം. ഞാൻ ജസ്റ്റ് സേവ് ചെയ്യുന്നു. ആ ബ്രേക്ക് ടാഗ് ഞാൻ കളയുകയാണ്. ജസ്റ്റ് സേവ് ചെയ്യുന്നു. ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ ഇമേജ് മാത്രം. ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമേജിന് മുമ്പായിട്ട് കുറച്ച് ടെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യാണ്. ഞാൻ ഹായ് ഹലോ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ജസ്റ്റ് സേവ് ചെയ്യുന്നു. ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഹായ് ഹലോ എന്ന് ഞാനൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മുടെ ഇമേജ് ടാഗും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ലെഫ്റ്റിൽ നമ്മുടെ ടെക്സ്റ്റും റൈറ്റിൽ നമ്മുടെ HTML5 എന്ന് പറയുന്ന ആ ഒരു ഇമേജാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അലൈൻമെൻറ്റ്, അതായത് ഈ ഒരു ഇമേജും ഈ ടെക്സ്റ്റും തമ്മിലുള്ള അലൈൻമെൻറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെ അലൈൻ ചെയ്യണം എന്നുള്ളത് നമുക്ക് സ്പെസിഫൈ ചെയ്യാം. അതിന് യൂസ് ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ടാണ് അലൈൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. അപ്പോൾ അലൈൻ എന്ന ആട്രിബ്യൂട്ടിന് ടോപ്പ് എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സേവ് ചെയ്ത് ഒന്ന് റിഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ടെക്സ്റ്റിൻ്റെ എൻഡിൽ നമ്മുടെ ഇമേജിൻ്റെ ടോപ്പ് ആയിരിക്കും വരുന്നത്. അതായത് ഇമേജിൻ്റെ ടോപ്പ് സൈഡായിരിക്കും ആ ടെക്സ്റ്റിൻ്റെ എൻഡിൽ വരുന്നത്. ടെക്സ്റ്റ് തീരുന്ന സ്ഥലത്ത് നമ്മുടെ ഇമേജിൻ്റെ ടോപ്പ് വരും. ഇനി അലൈനിന് നമ്മൾ ബോട്ടം എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ടെക്സ്റ്റിൻ്റെ എൻഡിൽ ഇമേജിൻ്റെ ബോട്ടം സൈഡായിരിക്കും വരുന്നത്. ഇനി അതുപോലെ തന്നെ മിഡിൽ എന്ന് പറയുന്ന ഒരു വാല്യൂ കൂടി ഉണ്ട്. മിഡിൽ എന്ന വാല്യൂ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റിൻ്റെ എൻഡിൽ ഇമേജിൻ്റെ മിഡിലായിരിക്കും വരുന്നത്. അപ്പോൾ അലൈൻ എന്ന ആട്രിബ്യൂട്ട് നമുക്ക് യൂസ് ചെയ്തിട്ട് ടെക്സ്റ്റും ഇമേജും തമ്മിലുള്ള അലൈൻമെൻറ്റ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതായത് ടോപ്പും ബോട്ടവും മിഡിലും ആണ് അതിൻ്റെ വാല്യൂസ്. ഇനി നമ്മൾ നേരത്തെ ഇമേജ് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇമേജ് കറക്റ്റായിട്ടുള്ള ഫോൾഡർ നെയിം കൊടുക്കാത്തതുകൊണ്ട് ഒരു പ്രാവശ്യം ബ്രോക്കായി പോയിരുന്നു. അതായത് ആ ഇമേജ് കാണാത്ത രീതിയിൽ ഒന്ന് ബ്രോക്കായി പോയി. അതായത് ഇപ്പോൾ ഇമേജ് എന്നുള്ള ഇവിടെ ഞാൻ വീണ്ടും ആ പാത്ത് ഒന്ന് തെറ്റായിട്ട് കൊടുക്കുകയാണ്. HTML.png എന്ന് പറയുന്നത് വെറുതെ കൊടുക്കുകയാണ്. സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇമേജ് ബ്രോക്കൺ ആയിട്ട് നമുക്കിപ്പോൾ കാണാം. അപ്പോൾ ഇതുപോലെ ബ്രോക്കൺ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇത് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തായിരുന്നു ആ ഇമേജ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഇമേജ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, ആ ബ്രൗസറിന് എന്തെങ്കിലും കാരണവശാൽ ആ ഇമേജ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഇമേജിന് പകരമായിട്ട് നമുക്കൊരു ടെക്സ്റ്റ് കൊടുക്കാം. അങ്ങനെയുള്ള ടെക്സ്റ്റുകൾ പറയുന്നതാണ് ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇമേജ് ടാഗ് ബ്രോക്കൺ ആണെന്നുണ്ടെങ്കിൽ
ആ ഇമേജിന് പകരം ഈ ടെക്സ്റ്റ് ഷോ ചെയ്യും. അപ്പോൾ ALT എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടാണ് അതിനെ യൂസ് ചെയ്യുക. ഈ ALT എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് അതിന് ദിസ് ഈസ് ആൻ ഇമേജ് ഓഫ് HTML ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഞാൻ അവിടെ കൊടുത്തു. അതിൻ്റെ വാല്യൂ ആയിട്ട് ദിസ് ഈസ് ആൻ ഇമേജ് ഓഫ് HTML എന്ന് കൊടുത്തു. ഞാൻ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാണ്. സേവ് ചെയ്തതിന് ശേഷം ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു ഇമേജ് ബ്രോക്കൺ ആയോടത്ത് ഞാൻ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ്, അതായത് ദിസ് ഈസ് ആൻ ഇമേജ് ഓഫ് HTML എന്ന് പറയുന്ന ടെക്സ്റ്റ് ഷോ ആയി. ആ ഇമേജ് എങ്ങനെയെങ്കിലും ബ്രോക്കൺ ആയിപ്പോയി, അതായത് ആ ഇമേജ് ഷോ ചെയ്യാൻ നമ്മുടെ ബ്രൗസറിന് പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ ടെക്സ്റ്റ് ഷോ ചെയ്യും, അതായത് ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ് ഷോ ചെയ്യും. ഇനി ഇമേജ് ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ ലാസ്റ്റായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ബോർഡറാണ്. അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഈ ഇമേജ് ഒന്ന് കറക്റ്റായിട്ട് കൊടുക്കാം. ജസ്റ്റ് സേവ് ചെയ്യുന്നു, ഒന്ന് റിഫ്രഷ് ചെയ്യുന്നു. ഈ ഓൾട്ടർനേറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കൊടുക്കുന്ന ടെക്സ്റ്റ് എപ്പോഴും ഷോ ചെയ്യില്ല. ആ ഇമേജ് ബ്രോക്കൺ ആവുന്ന സമയത്ത് മാത്രമാണ് ഷോ ചെയ്യുള്ളൂ. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത ആട്രിബ്യൂട്ട് ഒന്ന് നോക്കാം. ആ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ബോർഡറാണ്. അപ്പോൾ ബോർഡർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡർ ഈക്വൽ ടു നമുക്കൊരു സൈസ് കൊടുക്കാം. ആ ബോർഡറിനൊരു സൈസ് കൊടുക്കാം. ബോർഡർ ഈക്വൽ ടു 50 എന്ന് കൊടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 50 പിക്സലുള്ള ഒരു ബോർഡർ നമ്മുടെ ഈ ഒരു ഇമേജിന് വന്നു. അപ്പോൾ ഏതൊരു ഇമേജിനും അതിൻ്റെ ബോർഡർ കൊടുക്കണമെങ്കിൽ എത്ര പിക്സൽ നമുക്ക് ബോർഡർ കൊടുക്കണോ അത് ഈ ബോർഡർ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ട് കൊടുക്കുക. അതായത് ഇപ്പോൾ 50 പിക്സൽ ആണെങ്കിൽ 50 പിക്സൽ കൊടുക്കുക. ഇനി 20 പിക്സൽ ആണെങ്കിൽ 20 എന്ന് കൊടുക്കുക. സേവ് ചെയ്തൊന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ 20 പിക്സലുള്ള ഒരു ബോർഡർ നമ്മുടെ ഇമേജിന് വന്നു കഴിഞ്ഞു. അപ്പോൾ ആ ഇമേജിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് ഈ ബോർഡർ എന്ന് പറയുന്നത്. താങ്ക് യു.